ജോബ് കിട്ടുന്നില്ലേ? ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങളുടെ ടൈം വരും. ഹായ് എവ്രി വൺ, ദിസ് ഇസ് ഡോക്ടർ രേഷ്മ. ഐ എം എ വെറ്ററിനറി പ്രൊഫഷണൽ ഇൻ ദുബായ്. ഇന്നത്തെ വീഡിയോ ജോബ് വേക്കൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ അഡ്വൈസോ ആയിട്ടല്ല. ഇത് ചെറിയൊരു മെസ്സേജ് ആണ്. ഇപ്പോൾ UAE-യിൽ ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ഡ്രീംസുമായിട്ട് ഇവിടെ എത്തിച്ച് എന്നാൽ ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം പലരുടെയും ലൈഫിൽ ഒരു കോമൺ സ്ട്രഗിൾ കാണാൻ കഴിയും. അവർക്ക് ജോബ് പോയി, ചിലർ മാസങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു റെസ്പോൺസും വരുന്നില്ല. ചിലർ ടെർമിനേറ്റഡ് ആയി, ചിലർക്ക് സാലറി കുറഞ്ഞു, ചിലർ എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാർട്ട് ടൈം ജോബ് എടുക്കേണ്ടി വരുന്നുണ്ട്. ചിലർ ഫാമിലീസിൽ നിന്ന് മാറി നിന്ന് വീട്ടിലെ കാര്യങ്ങൾ മിസ് ചെയ്ത് അവരുടെ ഒരു പ്രഷറിലൂടെ കടന്നു പോകുന്നവരും ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ മോശമാക്കുന്ന ഒരു കാര്യമല്ല. ഇത് ജസ്റ്റ് ഒരു ചാപ്റ്റർ ആണ്. സോ ഒരു ചാപ്റ്റർ കുളവാകുമ്പോൾ നമ്മുടെ ഫുൾ ലൈഫ് സ്റ്റോറി മോശമാകണമെന്നില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ജോബ് അന്വേഷിച്ച് നടക്കുന്ന പലരുടെയും സ്ട്രഗിൾ ആണ്, അല്ലെങ്കിൽ അവർ കാണുന്ന ഒരു ചലഞ്ചാണ് നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് പാർട്ടായിട്ട് പോകുന്നത് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നതോ ആപ്ലിക്കേഷൻസ് അയക്കുന്നതോ അല്ല. ഒത്തിരി ആപ്ലിക്കേഷൻസ് അയച്ചിട്ടും ഒരു റെസ്പോൺസ് കിട്ടിയില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കോൺഫിഡൻസ് കുറയും. അപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യമാണ്, എനിക്കെന്താ കഴിവില്ലേ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാകും, എനിക്കെന്താ ജോലി കിട്ടാത്തത്, ഞാൻ ഇവിടുത്തെ എക്സ്പെൻസസ് എങ്ങനെ മീറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയുക, ലൈക്ക് റിജക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫെയിലിയർ അല്ല. ഒരു കമ്പനി റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാല്യൂബിൾ അല്ല എന്നല്ല. അതിന്റെ അർത്ഥം ആ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ടൈം എടുക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ഞാനും ജോബ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് റെസ്പോൺസോ അല്ലെങ്കിൽ റിജക്ഷനോ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, ഓവർ തിങ്ക് ചെയ്യും, വീട്ടിലൊറ്റയ്ക്കിരിക്കും, ഒരിടത്ത് പോവാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് കാണത്തില്ല. അപ്പൊ ഞാൻ എന്താണ് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ട് പോകും, ഒരു മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോകും, എനിക്ക് ഷോപ്പിങ്ങിന് പോകും, ചുമ്മാ ഒന്നും വാങ്ങിച്ചില്ല എങ്കിൽ പോലും കടകളിലൊന്ന് കയറി ഇറങ്ങും. അങ്ങനെയൊക്കെ ഞാനൊന്ന് എൻ്റെ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി സ്ട്രീറ്റുകളും പാർക്കുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകും. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് പോവായിരുന്നു. സോ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ ഈ ജോബ് അന്വേഷിക്കുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും, വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കും. വീട്ടിൽ എപ്പോഴും ഇരിക്കാണ്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക, ആളുകളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുക, കൊളീഗ്സുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ട്രഗിൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, ഒന്ന് കൂളാവുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് കൂളാകും അല്ലേ? സോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് അവരുമായിട്ട് കണക്റ്റഡ് ആകുമ്പം നമ്മളുടെ മൈൻഡിൽ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി വന്നു തുടങ്ങും. ആൻഡ് ഓൾസോ സപ്പോർട്ട് ചോദിക്കുന്ന ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല. മൂന്നാമത് ഞാൻ ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യും, എല്ലാം വിഷ്വലൈസ് ചെയ്യും, എല്ലാം നടന്നു എന്ന് ഞാൻ ചിന്തിക്കും. സോ നടന്നു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ സ്പാർക്ക് ഓഫ് പോസിറ്റിവിറ്റി ഉണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ലൈക്ക് ഡെഫിനറ്റ്ലി അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് ചിന്തിക്കും. ലൈക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി നമുക്ക് ആ ഒരു സമയത്തുണ്ട്. അപ്പം ഞാൻ മൂന്നാമതായിട്ടുള്ള ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്തു, മാനിഫെസ്റ്റ് ചെയ്തു, നടക്കാത്ത കാര്യം നടന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചു. ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും, എനിക്ക് സാലറി കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പം കുറേ കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നതായിട്ട് മനസ്സിലാക്കി. നാലാമതായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു എക്സ്പെക്ടേഷനും വെച്ചില്ല, ബട്ട് ഞാൻ ഒത്തിരി പ്രിപ്പറേഷൻസ് ചെയ്തായിരുന്നു. ലൈക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെ ഉണ്ടാക്കി, എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണ് നല്ലത് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ ഞാൻ എണീക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ രാവിലെ എണീക്കുമായിരുന്നു. രാവിലെ എണീറ്റിട്ട് ജോബ് പോർട്ടൽസ് നോക്കും. പിന്നെ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള റിക്രൂട്ടേഴ്സിൻ്റെ നമ്പർ എടുത്തിട്ട് ഓരോ നമ്പറിലേക്ക് ഞാൻ വിളിക്കും, അവർക്ക് മെയിൽ അയക്കും. ഇപ്പം ഞാൻ വെറ്ററിനറി ഫീൽഡിലായതുകൊണ്ട് ഓരോ ക്ലിനിക് നമ്പറിലേക്ക് വിളിക്കും, അവരുടെ HR-ൻ്റെ മെയിൽ ID വാങ്ങിക്കും. രാവിലെ തന്നെ എനിക്ക് ഒരു 5 മണി 6 മണിയാകുമ്പോൾ എണീറ്റിട്ട് രാവിലെ തന്നെ നമ്മൾ ജോബ് പോർട്ടൽസ്
പോർട്ടൽസ് നോക്കുക, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി ഗൾഫ് പോലുള്ള ജോബ് പോർട്ടൽസിൽ നമ്മൾ നോക്കുക, റിക്രൂട്ടേഴ്സിൻ്റെ നമ്പർ, കോൺടാക്ട് നമ്പർ എടുക്കുക. ഇതൊക്കെ നമ്മൾ രാവിലെ ചെയ്യേണ്ട ഒരു റുട്ടീനാണ്. എല്ലാവർക്കും ആപ്ലിക്കേഷൻസ് ആയി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു ആവശ്യം. അന്നേരം ഞാൻ ഓരോ കാര്യങ്ങൾ ഇപ്പം എനിക്ക് കോൺഫിഡൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ വേണ്ട കാര്യങ്ങൾ ഞാൻ ആ സ്കിൽസ് പഠിക്കും. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അവർ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് പഠിക്കും. ഒത്തിരി കാര്യങ്ങൾ സെർച്ച് ചെയ്യും, ലൈക്ക് മെയിൻലി റിസർച്ച് ചെയ്യും. അങ്ങനെ അപ്പം ആ സമയത്ത് നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഒട്ടും മോശമല്ല, നമുക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നത് ആ ഒരു പോയിന്റിൽ. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈക്ക് നമ്മൾ നമ്മുടെ നോളജ് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോരോ ചെറിയ ചെറിയ സ്കിൽസ് പഠിക്കാൻ വേണ്ടി ഒരാളെ നമ്മളെ മനസ്സിലാക്കാൻ, ലൈക്ക് അവർക്ക് ഇന്ന സ്കിൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് തന്നെയാണ്. ലൈക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു സ്റ്റെപ്പ് ആണെങ്കിലും നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇപ്പൊ UAE വരുമ്പോഴും നമുക്ക് ഭക്ഷണം ശരിയാവത്തില്ല. അതൊരു മെയിൻ പോയിന്റ്. അനുസരിച്ച് ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. UAE വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചിലപ്പോൾ ബെഡ് സ്പേസിലായിരിക്കും നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ, അല്ലെങ്കിൽ സ്റ്റുഡിയോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ, നമ്മൾ റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. നമുക്ക് സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭക്ഷണം കുറയും, വെള്ളം കുടിക്കുന്നത് കുറയും. സോ ഈ സമയത്ത് നമ്മൾ കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ടൈം കണ്ടെത്തുക. ലൈക്ക് സെൽഫ് കെയർ, നമ്മൾ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുക. ഫാസ്റ്റ് ഫുഡ് കഴിക്കാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കുക. മാക്സിമം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തന്നെ ഒരു ചെറിയ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്കിന് പോവുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. സ്ട്രെസ്സുള്ള സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ ഓക്കെ ആണ്, നമ്മൾ നന്നായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ട് വെക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു എനർജി, ആ ഒരു ഓറ നമ്മൾ തന്നെ ക്രിയേറ്റഡ് ആകും. ലൈക്ക് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട്, ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും ബാക്കിയുള്ളവർക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ലൈക്ക് ഭക്ഷണം കഴിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, വാക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ജോലി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടെയുള്ളവർക്ക് ജോലി അന്വേഷിക്കുന്നവരുണ്ടായിരിക്കാം, ജോലി ടെർമിനേറ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. സോ ആരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ജോലി ഇല്ലാത്തവരാണോ അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആയിട്ടുള്ളവരാണോ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന? അല്ല. ജോലി ഉള്ളവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് ജോലി കിട്ടുന്നവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ന്യൂ വർക്കിംഗ് എൻവയോൺമെന്റ്, ഫ്യൂച്ചർ സെറ്റിൽ ആക്കണം, അവിടുത്തെ വർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ഒരിക്കലും ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യണം. സോ ജോബ് ഉള്ളവർ പോലും സ്ട്രഗിൾ ചെയ്യുന്ന, ചിലപ്പോൾ അവർ പുറത്ത് ഹാപ്പി ആയിരിക്കും, അവരുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഓരോരുത്തരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വർഷങ്ങളോളം എടുക്കുന്നതായിരിക്കും, ചിലർ മാസങ്ങൾ കൊണ്ട് എടുക്കുന്നത്. സോ ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ മതി. യു ആർ ദ ബെസ്റ്റ് എന്ന് ചിന്തിച്ചാൽ മതി. കാര്യം നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ നോളജ് കുറവാണെങ്കിൽ എപ്പോഴും ആ ഒരു നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കിൽസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ മാക്സിമം. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ, നമുക്കൊരു ഫോൺ എടുക്കണമെങ്കിൽ, നമുക്കൊരു വീട് വെക്കണമെങ്കിൽ, നമുക്കൊരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് സമ്പാദിച്ച് നമ്മൾ ആ സാധനം വാങ്ങിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം അത് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് ജോബിന്റെ കാര്യത്തിൽ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് മനസ്സിൽ വിചാരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. എല്ലാവരും ഓരോരോ സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ് പോകുന്നത്. ഈവൻ ഞാനും ഒരു സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ് പോയത്. ഞാൻ ആ സമയത്ത് ഗിവ് അപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തുറക്കത്തില്ല എന്നല്ലേ. നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിഗപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വേസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതെന്ന് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുക.
പണ്ടത്തെ കാലമല്ല. പണ്ടത്തെ കാലമാണെങ്കിൽ ലൈക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒത്തിരി കാര്യങ്ങൾ വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ രീതിയിൽ സെർച്ച് ചെയ്താലേ ലൈക്ക് നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാക്കുക, ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ടാക്കുക. നമുക്ക് പരിചയം ഇല്ലാത്തവരോട് പോലും നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് ഒരു വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരോടും ഫ്രണ്ട്സ് മേക്ക് ചെയ്യുക, കോണ്ടാക്ട്സ് ഉണ്ടാക്കുക. നമുക്കറിയാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. സോ നമ്മളെപ്പോഴും നമ്മൾ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു CV ഉണ്ടാക്കുക. നമ്മുടെ CV ഷോർട്ടായിരിക്കണം, റെസ്യൂമി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ചില കമ്പനീസിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആണ് വേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിലാണെങ്കിൽ ATS ഫ്രണ്ട്ലി ചില കമ്പനീസിന് വേണം, ചില റിക്രൂട്ടേഴ്സ് ATS ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിക്കും. ഇഷ്ടമായിട്ടുള്ളത് അതെല്ലാം CV-യിൽ ഉൾപ്പെടുത്തുക. നമ്മൾ കള്ളങ്ങളൊന്നും എഴുതേണ്ട. നമ്മൾ ജെനുവിൻ ആയിട്ട് ആ ഒരു CV പെർഫെക്റ്റ് ആക്കുക. CV ഒരാൾ അടിപൊളിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ജോബിന് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്ന വിധം ഇതാകുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ജേർണിയിൽ ട്രസ്റ്റ് ചെയ്യുക. സോ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടും. അപ്പോൾ ഞാനൊക്കെ ഒരു കാര്യത്തിനും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ലൈക്ക് നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഈവൻ ദോ നമുക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ്. നമ്മൾ UAE വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഏത് പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ പോലും ഒത്തിരി കാര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്യും. അത് റിയാലിറ്റിയാണ്. പക്ഷേ അത് ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് മാറ്റി, ആ ഒരു സ്ട്രഗിള് മാറ്റി നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിലും പോസിറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ജോലി പോയിരിക്കുന്നവരാണെങ്കിൽ, ടെർമിനേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോൾ സാലറി കുറഞ്ഞു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യും. നിങ്ങൾക്ക് ജോബ് വരുമ്പോൾ, നിങ്ങളുടെ സമയം വരുമ്പോഴേ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് നിങ്ങൾക്ക് അഫ്കോഴ്സ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറും. ഇങ്ങനെ ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുക. സോ കീപ് ഗോയിങ്. നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെയുള്ള വീഡിയോസ് വേണം, വെറ്ററിനറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ബൈ രേഷ്മ ആൻഡ് ഷെയർ ചെയ്യുക മാക്സിമം. സോ അത് തന്നെ, ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് എനിക്കറിയാം. ബട്ട് എത്രത്തോളം ആളുകളിൽ ഇത് ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ബി പോസിറ്റീവ്, കീപ് ഗോയിങ് ആൻഡ് ട്രസ്റ്റ് യുവർ journey. Thank you for watching.